ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ +1 ബയോളജിയിലെ പ്ലാന്റ് ഫിസിയോളജിയിലെ ചാപ്റ്റർ ആണ് നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തെല്ലാമാണ് നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പൊ ഗ്ലൈക്കോളിസിസ് ആ ഒരു EMP പാത്വേ എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ മറന്നു പോകാതെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ആൻഡ് നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ് അല്ലെ. ആൻഡ് ഓൾസോ നമുക്ക് വരുന്നത് ഫെർമെന്റേഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ വരുന്നുണ്ട്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ വരുന്നുണ്ട്. അതിന്റെ ഡിഫറൻസസ് എന്തായാലും മനസ്സിലാക്കി തന്നെ പഠിക്കാം. ആൻഡ് എയറോബിക് റെസ്പിറേഷനിൽ നമുക്ക് വരുന്നതാണ് നമ്മുടെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ആൻഡ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ക്രെബ്സ് സൈക്കിൾ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ക്രെബ്സ് സൈക്കിൾ നിങ്ങൾ എന്തായാലും മക്കളെ ആ ഒരു സൈക്കിൾ വരച്ച് തന്നെ പഠിക്കാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വരുന്നുണ്ട്. ക്രെബ്സ് സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതും നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ക്രെബ്സ് സൈക്കിൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആംഫിബോളിക് പാത്വേ, ബോത്ത് കാറ്റബോളിക് ആൻഡ് അനബോളിക് പാത്വേ ആണ് റെസ്പിറേഷൻ എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. ആ ഒരു ആംഫിബോളിക് പാത്വേ എന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ആൻഡ് റെസ്പിറേറ്ററി കോഷ്യൻസ് നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റിന്റെ, പ്രോട്ടീന്റെ, അതുപോലെ ഫാറ്റിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്താണെന്നുള്ളതും അതിന്റെ ഈക്വേഷനും മക്കള് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എത്ര ATP ആണ് യൂസ് ചെയ്തത്, എത്ര ATP ആണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും മറക്കാതെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാവരും പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ.